കേരളത്തിൽ ഇന്ന് വരെ സമാനതയില്ലാതെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിലെ മുണ്ടക്കയിൽ സംഭവിച്ചത്. ഇതിനകം തന്നെ 170ഓളം പേരുടെ വിലമതിക്കാനാവാതെ ജീവനുകൾ അപഹരിച്ചു. മാത്രമല്ല നിരവധി പേർക്ക് ഗുരുതരമായും മറ്റും പരിക്കുകൾ ഏറ്റു. നിരവധി വീടുകളും മറ്റും നിലംപൊത്തി. അങ്ങനെ ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഈ ദുരന്തം വഴി സംഭവിച്ചിട്ടുണ്ടായി. പല കുടുംബങ്ങളും ഇന്ന് തീർത്തും നിലാരംബരായി വഴിയാതരമായിട്ട് മാറിയിരിക്കുകയാണ്. അവരുടെ വീട്, അവരുടെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ താൽക്കാലികമായിട്ട് അനുവദിക്കപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത്. ഈ പാവങ്ങൾ ഇപ്പോൾ ഈ ദുരിതത്തിന്റെ കടാക്ഷങ്ങൾ അവസാനിക്കുന്ന രീതിയിൽ ഈ പാവങ്ങൾ പിന്നീട് എവിടെ പോകും എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഇവരുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. കാരണം എത്രത്തോളം കാലത്തോളം ഈ ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടാവും? ഈ ദുരിതാശ്വാസ ക്യാമ്പ് എത്രത്തോളം കഴിഞ്ഞുകൂടാൻ പറ്റും? വീടൊക്കെ നഷ്ടപ്പെട്ടു, പോകാൻ ഒരു ഇടമില്ലാത്തൊരവസ്ഥ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ കുടുംബം എവിടെ പോകുമെന്നുള്ള ഒരു രീതിയിലാണ്. ഇപ്പൊ പല സന്നദ്ധ സംഘടനകളും സർക്കാരും ഒക്കെ പല വാഗ്ദാനങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പിന്നീട് ഇവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇതുപോലെയുള്ള പല രീതിയിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനയുടെ ഭാഗത്തുനിന്നൊക്കെ വളരെയധികം വാഗ്ദാനങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷെ പല കുടുംബങ്ങൾക്കും പിന്നീട് അത് അറിയിക്കുന്നവർക്കൂടെ കയ്യിൽ എത്തിപ്പെടാറില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരിക്കലും തന്നെ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഈ പാവങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഈ വീട് നഷ്ടപ്പെട്ടു പോയ തീർത്തും നിലാരംബരായ ഈ പാവങ്ങളെ ഒരിക്കലും തന്നെ കൈവിടാൻ പാടില്ല. ഇവർക്ക് ഇവരുടെ ഭക്ഷണം, അതുപോലെ തന്നെ താമസം, ഇവരുടെ ചികിത്സ ഒക്കെ അനുവദിക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ നഷ്ടപ്പെട്ട പാർപ്പിടത്തിന് പകരം ഇവർക്ക് താമസിക്കാൻ, ഇവർക്ക് അന്തി ഉറങ്ങാൻ വേണ്ടി ഒരു പാർപ്പിടം കൂടി നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം പല സ്കൂളുകളിലും മറ്റൊക്കെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പ്. ചിലപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം വരെ ഈ ദുരിതാശ്വാസ ക്യാമ്പ് ഒക്കെ ഉണ്ടാവും. അവിടങ്ങളിലൊക്കെ സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങളൊക്കെ, അവരുടെ കാര്യങ്ങളൊക്കെ ഇത് കൊടുക്കാനുള്ള ഒരു മുന്നോട്ട് സന്നദ്ധ സംഘടനകളൊക്കെ മുന്നോട്ട് വരും. പക്ഷെ പിന്നീട് ഇവരുടെ അവസ്ഥ എന്താണെന്ന ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം. അതുകൊണ്ട് ഈ പാവങ്ങളുടെ അറിയിക്കുന്നവരുടെ കൈകളിലേക്ക് തന്നെ ഇവർക്ക് ധനസഹായം എത്തിക്കുന്ന രീതിയിലേക്ക് കൈകൊള്ളണം. വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു രീതി നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടന ഒക്കെ തയ്യാറാവണം. തീർത്തും അറിയിക്കുന്നവരുടെ, അതായത് നഷ്ടപ്പെട്ടവരുടെ അറിയിക്കുന്നവരുടെ ഇടനിലക്കാരില്ലാതെ കയ്യിലേക്ക് തന്നെ വേണ്ടുന്ന സഹായങ്ങൾ എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി ഉണർത്താനുള്ളത്.